കോട്ടയത്ത് പോലീസുകാരനെ കാണാനില്ലെന്ന് പരാതി. കാണാതായത് വെസ്റ്റ് സ്റ്റേഷനിലെ SI K രാജേഷിനെ. ജോലി സംബന്ധമായ മാനസിക സമ്മർദ്ദം നേരിട്ടിരുന്നതായും ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയില്ലെന്നും കുടുംബം. പാലക്കാട് തൃത്താലയിൽ SIയെ വാഹനമിടിച്ച് തെറിപ്പിച്ച സംഭവത്തിൽ പ്രതി പിടിയിൽ. പ്രതി അലനെ പിടികൂടിയത് പട്ടാമ്പിയിൽ നിന്ന് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച്. കൊലപാതക ശ്രമം, ജോലി തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം കേസെടുത്ത് പോലീസ്. തൃശൂർ കടങ്ങോടിൽ നിന്നും 400 ലിറ്റർ വാഷ് പിടികൂടി. വാഷ് സൂക്ഷിച്ചിരുന്നത് ആളൊഴിഞ്ഞ പറമ്പിൽ. ദിവസങ്ങൾക്ക് മുൻപ് ചാരായം പിടികൂടിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വാഷ് പിടികൂടിയത്. സംഭവത്തിൽ പ്രതികൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. കോഴിക്കോട് പേരാമ്പ്രയിൽ മകനെ ക്രൂരമായി മർദ്ദിച്ച പിതാവ് അറസ്റ്റിൽ. അറസ്റ്റിലായത് കരുവണ്ണൂർ സ്വദേശി ശ്രീജിത്ത്. 14-കാരന്റെ മുഖത്തും കാലിനും പരിക്ക്. കേസിൽ ശ്രീജിത്തിന്റെ രണ്ടാം ഭാര്യയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ കുന്നംകുളത്ത് നിയന്ത്രണം വിട്ട ബൈക്കിടിച്ച അപകടം. അപകടത്തിൽ 2 പേർക്ക് പരിക്ക്. പരിക്കേറ്റത് തൃക്കണാപുരം സ്വദേശികളായ പ്രജിത്ത്, യൂസഫ് എന്നിവർക്ക്. അപകടമുണ്ടായത് ഗുരുവായൂരിൽ നിന്നും കുന്നംകുളത്ത് പോവുകയായിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് സൈക്കിളിന് പുറകെയിടിച്ച്. കണ്ണൂർ തളിപ്പറമ്പ് ദേശീയപാതയിൽ ബസ് അപകടം. നിരവധി പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ തളിപ്പറമ്പ് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊല്ലം ചിതറയിൽ പോലീസ് ജീപ്പുകളുടെ ഗ്ലാസ് അടിച്ചു പൊട്ടിച്ചു. സംഭവത്തിൽ പുതുശ്ശേരി സ്വദേശി ധർമ്മദാസ് അറസ്റ്റിൽ. ഗ്ലാസ് അടിച്ചു പൊട്ടിച്ചത് കുടുംബ പ്രശ്നത്തിൽ പോലീസ് കേസെടുത്തില്ലെന്നാരോപിച്ച്. തൃശൂരിൽ K മുരളീധരനെ അനുകൂലിച്ച് വീണ്ടും ഫ്ലക്സ് ബോർഡ്. ഫ്ലക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത് DCC ഓഫീസിലേക്കുള്ള വഴിയിൽ. ബോർഡിൽ K മുരളീധരനോട് കോൺഗ്രസ് പ്രവർത്തകരുടെ മാപ്പപേക്ഷ. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് യുവതി ചാടിപ്പോയി. ഒഡീഷ സ്വദേശി രക്ഷപ്പെട്ടത് മതിൽ ചാടിക്കടന്ന്. കോഴിക്കോട്ടെ വീട്ടിലേക്ക് തിരികെ പോയതായി സൂചന. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വെടിനിർത്തൽ പ്രഖ്യാപനവുമായി ഇസ്രായേൽ. റഫ ഉൾപ്പെടുന്ന തെക്കൻ ഗാസയിൽ സൈന്യം താൽക്കാലിക വെടിനിർത്തൽ ഏർപ്പെടുത്തും. വെടിനിർത്തൽ സന്നദ്ധ സംഘടനകളുടെ സഹായം റഫയിലെത്തിക്കുന്നതിന്. രാവിലെ 8 മുതൽ വൈകിട്ട് 7 വരെ യുദ്ധം നിർത്തിവെക്കും. വെടിനിർത്തൽ ഹമാസിനെതിരായ പോരാട്ടത്തിൽ ഇളവല്ലെന്നും ഇസ്രായേൽ സൈന്യം. അമേരിക്കയിൽ വീണ്ടും വെടിവയ്പ്. മിഷിഗണിൽ കുട്ടികളുടെ വാട്ടർ പാർക്കിൽ നടന്ന വെടിവയ്പിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. അക്രമി സ്വയം വെടിവെച്ച് ജീവനൊടുക്കി.